മുഖ്യമന്ത്രി ആര് എന്നുള്ള ചർച്ച വളരെ വലിയ തോതിൽ നടക്കുന്നു. UDF വന്നാൽ KC വേണുഗോപാലാണോ, നമ്മുടെ രമേശ് ചെന്നിത്തലയാണോ, VD സതീശനാണോ, ഇനി ചാണ്ടി ഉമ്മനാണോ? വലിയ ചർച്ച നടക്കുന്നുണ്ട്. ചാണ്ടി ഉമ്മനും ആയിക്കൂടാന്നൊന്നുമില്ല. കാര്യം പുള്ളിക്കാരൻ ഉമ്മൻചാണ്ടിയുടെ മകനാണ്, 2ാം തവണ ഇപ്പോൾ ജയിക്കുന്നത്, നല്ല മിടുക്കനാണ്. അപ്പോൾ അവരാരാണെന്നുള്ളൊരു ചോദ്യം വളരെ പ്രധാനമാണ്. വിഷ്ണുനാഥുണ്ട്, പ്രമുഖരുണ്ട്, തിരുവഞ്ചൂർ രാധാകൃഷ്ണനുണ്ട്, ഒത്തിരി പഴകുളം മധു വരെ എല്ലാവരും ഉണ്ട്. ഇനി ഇപ്പുറത്താണെങ്കിൽ പിണറായി വിജയൻ തന്നെയായിരിക്കും ജയിച്ചാൽ മുഖ്യമന്ത്രി. അത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പരിശോധിക്കേണ്ടത്, തോറ്റാൽ ഈ 2 ടീമിൽ ആരെങ്കിലും ഒരാൾ തോറ്റാൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? സ്വാഭാവികമായിട്ട് UDF തോറ്റുപോയാൽ, അതിപ്പോൾ ജയിക്കുമെന്ന് പറഞ്ഞ് നിൽക്കുന്ന UDF ആണല്ലോ, UDF തോറ്റുപോയാൽ വനവാസത്തിന് പോകുന്ന ഒരാളായിട്ട് സതീശൻ മാറും. അപ്പോൾ സതീശൻ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറും. രമേശ് ചെന്നിത്തല ഒരു പ്രചരണ സമിതിയുടെ ചെയർമാനായിരുന്നു എന്നുള്ള കാരണത്താൽ അദ്ദേഹം തോറ്റുപോയാൽ അതിൻ്റെ ഉത്തരവാദിത്വമൊക്കെ ഏറ്റെടുത്ത് അദ്ദേഹവും മതിയാക്കും. KC വേണുഗോപാൽ ഒരു കാരണവശാലും MP സ്ഥാനത്തിരുന്നുകൊണ്ട് ഇങ്ങോട്ട് വരാനുള്ള സാധ്യതയില്ല. പിന്നെ ആര്? PC വിഷ്ണുനാഥോ അതുപോലുള്ള ആരെങ്കിലും ആയിരിക്കുമോ? വളരെ കൃത്യമായി UDFൻ്റെ പ്രതിപക്ഷ നേതാവ് ആണെങ്കിൽ, പ്രതിപക്ഷത്തായി പോവുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും? ഇനി ഇപ്പുറത്ത് പരിശോധിച്ചാലാണ് നല്ല കൗതുകം. പിണറായി വിജയൻ LDF ഗവൺമെൻറ് വന്നില്ലെങ്കിൽ തീർച്ചയായും പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഒരു നിര നമുക്ക് ഉണ്ട്. ശൈലജ ജയിച്ചാൽ, KK ശൈലജ ടീച്ചർ ജയിച്ചാൽ, പേരാവൂരിൽ ജയിച്ച് വന്നാൽ അവരായിരിക്കും പ്രതിപക്ഷ നേതാവ്. പക്ഷേ അവർ ജയിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. സണ്ണി ജോസഫാണ് അവിടെ പ്രധാനമായി നിൽക്കുന്നത്. അപ്പോൾ അവർ തോറ്റുപോകാം. അപ്പോൾ അവിടെ നിന്ന് അവർക്ക് വരാൻ സാധ്യതയില്ല. പിന്നെ വരുന്നത് രാജീവാണ്, അടുത്തൊരു പ്രധാനപ്പെട്ട ആൾ. രാജീവ് കളമശ്ശേരിയിൽ തോറ്റുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാജീവും പ്രതിപക്ഷ നേതാവാകാൻ സാധ്യത. കാരണം അവരെല്ലാം തോറ്റാലാണ് UDF വരുന്നത്. അങ്ങനെ അട്ടിമറികൾ വന്നാലേ UDFന് വരാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ MP രാജേഷാണ് പിന്നെ ഒരു വളരെ ഇങ്ങനെ ഭാവിയിലെ മുഖ്യമന്ത്രിയാകാനൊക്കെ ഉടുപ്പടിച്ച് വച്ചിരിക്കുന്നത്. MP രാജേഷാണ്. MP രാജേഷിന് പഞ്ചായത്ത് മന്ത്രിയൊക്കെ ആയിരുന്നു. പക്ഷേ രാജേഷും തൃത്താലയിൽ തോറ്റുപോകുമെന്നാണ് കേൾക്കുന്നത്. VT ബലറാം അവിടെ ജയിക്കുകയാണെങ്കിൽ പ്രയാസമായിരിക്കും. പിന്നെ 50-50 നിൽക്കുന്നത്, അതായത് ജയിക്കാനും തോൽക്കാനും ജയിക്കാനും സാധ്യതയുള്ള 50-50 നിൽക്കുന്നത് ബാലഗോപാലാണ്, KN ബാലഗോപാൽ. മറ്റൊരു പ്രത്യേകതയുണ്ട്, KN ബാലഗോപാൽ ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്നു. ഭാവിയിൽ മുഖ്യമന്ത്രിയൊക്കെ ആകാൻ സാധ്യതയുള്ളൊരു ഒരു നേതാവാണ്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കുമോ? അല്ല, ഇനിയിപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെയൊക്കെ തോൽപ്പിച്ച് ശിവൻകുട്ടി ജയിച്ചാൽ, രാജീവ് ചന്ദ്രശേഖരനെ വരെ തോൽപ്പിച്ച ആളല്ലേ, നമുക്ക് ശിവൻകുട്ടിക്ക് കൊടുക്കാം എന്ന് വിചാരിക്കുമോ? അതോ ഇനി IB സതീഷിന് കൊടുക്കുമോ? അതോ ഇങ്ങനെ പിന്നെ PK ശ്യാമള, ഇനി വനിതയ്ക്ക് കൊടുക്കണം, ഒരു പ്രതിപക്ഷ നേതാവ് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വനിതയ്ക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് തളിപ്പറമ്പിൽ ജയിച്ചു വരുന്ന PK ശ്യാമളയ്ക്ക് കൊടുക്കുമോ? പ്രതിഭയുണ്ട്, അങ്ങനെ വനിതയ്ക്ക് കൊടുക്കുക, അറിയാൻ പറ്റില്ല. നമ്മളിനിപ്പോൾ രാഷ്ട്രീയത്തിൽ എല്ലാ പരീക്ഷണവും കാണണം. അതല്ല, മരുമോൻ ജയിച്ചു വരികയാണ്, ബേപ്പൂരിൽ നിന്ന് മരുമോൻ മുഹമ്മദ് റിയാസ് ജയിച്ചു വരികയാണെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു ലോ പ്രൊഫൈൽ സീറ്റാണ്, 40-50 സീറ്റിന് താഴെയാണ് കിട്ടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്തുകൊണ്ട് മരുമോന് കൊടുത്തുകൂടാ എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ശൈലജ ടീച്ചറിൽ തുടങ്ങി രാജീവിലെത്തി, MP രാജേഷിൽ വന്ന്, KN ബാലഗോപാലിലൂടെ താഴേക്ക് വന്ന് ഞാനീ പറഞ്ഞ പിന്നെ നമ്മുടെ മരുമകന് വരെ ഉള്ള 6-7 പേർ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിലുണ്ട്. അവരിൽ ആർക്കെങ്കിലും ആയിരിക്കുമോ കൊടുക്കുന്നത്? ഒരു കാരണവശാലും പിണറായി വിജയൻ ഭരണപക്ഷത്തു നിന്ന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തായാൽ കയറിയിരിക്കാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് നല്ലൊരു കൗതുകമായിരിക്കും. നമ്മുടെ പ്രേക്ഷകർക്ക് ഇതിൽ കമൻറ്റ് ചെയ്യാം. ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് കൂടുതൽ സാധ്യതയുള്ളത്? ജയിക്കുകയും വേണം, പ്രതിപക്ഷ നേതാവുകയും വേണം. അപ്പം ആരായിരിക്കും ഇതിനകത്ത് കൂടുതൽ ജയിച്ച് കയറുന്നത്? ആരായിരിക്കും ഇതിൻ്റെ പ്രധാനപ്പെട്ട ആരായിരിക്കുമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കൊരു ഒരു പോൾ പോലെ, ഒരു എക്സിറ്റ് പോൾ പോലെ നമുക്കൊരു സാധാരണ ഭരണകക്ഷിക്ക് വേണ്ടിയിട്ടാണ് എക്സിറ്റ് പോൾ നോക്കുന്നത്. നമ്മളൊരു പ്രതിപക്ഷ എക്സിറ്റ് പോൾ നമുക്കൊന്ന് ആലോചിക്കാം, നമുക്കൊന്ന് ചിന്തിച്ചെടുക്കാം. ആരാണ് പ്രതിപക്ഷ നേതാവ്? അത് പിന്നെ UDF വന്നാൽ ആരാണ്? LDF വന്നാൽ ആരാണ്? LDF പ്രതിപക്ഷത്താണെങ്കിൽ ആരാണ് വരിക? UDF പ്രതിപക്ഷത്ത് വന്നാൽ ആര് വരും? UDF ആണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ചാണ്ടി ഉമ്മനോ വിഷ്ണുനാഥോ അങ്ങനെയുള്ള ചെറുപ്പക്കാരെങ്കിലും കയറി വരുമോ? ഷാനിമോൾ ഉസ്മാൻ ജയിച്ചാൽ ഷാനിമോൾ ഉസ്മാനുണ്ട്. ഇനിയല്ല, വനിതയ്ക്ക് തന്നെ കൊടുക്കണം, ബിന്ദു കൃഷ്ണ ജയിക്കുകയും കൂടെ ചെയ്താൽ ബിന്ദു കൃഷ്ണയ്ക്ക് കൊടുക്കുമോ? അറിയില്ല. നമുക്ക് പരീക്ഷണങ്ങൾ പലതും ജനാധിപത്യത്തിൽ നടക്കാം. അങ്ങനെ വളരെ കൃത്യമായ ഒരു പരീക്ഷണം നടക്കുമോ? ഇനി UDF ജയിച്ചാലും ചിലപ്പോൾ 2 വനിതാ മന്ത്രിമാരെ വയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം
ഞങ്ങൾ വനിതകൾക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയാൻ 2 വനിതകളെ വയ്ക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഷാനിമോൾ ഉസ്മാനും അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണയും ജയിച്ചാൽ 2 പേർക്കും സാധ്യതയുണ്ട്. ഫാത്തിമ തഹ്ലിയ ജയിച്ചാൽ അവർക്കും ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നല്ല പിന്നെ ജയന്തി ജയിച്ചാൽ, കൂത്തുപറമ്പിലെ ജയന്തി ജയിച്ചാൽ ജയന്തിക്കും സാധ്യത, അവർ വളരെ സീനിയർ നേതാവാണ്. അങ്ങനെ വനിതകൾ 2 പേർക്ക് മരുന്നിസ്ഥാനം UDF കിട്ടുമോ? ഇപ്പുറത്ത് ആൾറെഡി 2 പേർക്കുണ്ട്, അത് 2 അല്ല 3 പേർക്കുണ്ട്. അത് വീണ്ടും തുടർന്ന് 3 പേരായിട്ട് തന്നെ വീണ്ടും തുടരുമോ? ആരാണ് മന്ത്രിമാർ, ആരാണ് വനിതാ മന്ത്രിമാർ? ഇത് നല്ല രസകരമായ ഒരു അന്വേഷണമായിരിക്കും. അടുത്ത ദിവസം നമുക്ക് UDF വന്നാൽ ആരൊക്കെ മന്ത്രിമാരാകും, LDF വന്നാൽ ആരൊക്കെയാണ് മന്ത്രിമാരാകും എന്നുള്ള ഒരു കൗതുക ലിസ്റ്റ് നമുക്കെടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ആരാണ് പ്രതിപക്ഷത്തേക്ക് പോവുക, പ്രതിപക്ഷത്തേക്ക് പോയാൽ ആരാണ് പ്രതിപക്ഷ നേതാവ്.